ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു വണ്ടി പോട്ടെ. അയ്യോ, ഈ ഇരുട്ടത്ത് എങ്ങോട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇരുട്ടത്തല്ല ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഓഫീസിലോട്ട് പോവാണ്. രാവിലെ 5 മണിയായി. അപ്പം ഞാൻ നാട്ടിലോട്ട് പോകാൻ പോവാണ്. അങ്ങനെ 1.5 വർഷത്തെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ആനുവൽ ലീവിനുള്ള എലിജിബിലിറ്റി കിട്ടി. സോ ഞാൻ ആനുവൽ ലീവിനായിട്ട് നാട്ടിലോട്ട് പോവാം. ഇന്നലെ തന്നെ ഓൾറെഡി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഓഫീസിൽ കൊണ്ട് വെച്ചായിരുന്നു. കാരണം ഇവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് വർക്കുണ്ട്, അർജൻറ്റ് വർക്കുകളുണ്ട്. അതൊന്ന് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് എയർപോർട്ടിലോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. എൻ്റെ DJI പോക്കറ്റ് എടുത്തില്ല. അത് നേരത്തെ ഞാൻ ഹാൻഡ് ബാഗ് ലഗേജിൻ്റെ കൂടെ ഞാൻ ഓൾറെഡി വെച്ച് പോയി. അപ്പം ഫോണിലാണ് എടുക്കുന്നത്. ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നും സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഹലോ, വർക്കിലാണ്. കുറച്ചുകൂടെ പണിയുണ്ട്. മണി 6 ഡ്രസ്സ് മാറ്റി കുറച്ച് പണിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഫിനിഷാവും. ഒരു 8 മണിയോടുകൂടി, ഒരു 7:30 ഇറങ്ങണം. എന്നാൽ മാത്രമേ എനിക്ക് അവിടെ കറക്റ്റ് സമയത്തിന് ലേറ്റ് ആവാതെ എത്താൻ പറ്റുള്ളൂ. നമ്മൾ ഈ ലാസ്റ്റ് സമയം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അനിയനും വരുന്നുണ്ട്. ഇതിലൊരു കോമഡി ഉണ്ട്. ഞാനും എൻ്റെ അനിയനും കൂടെയാണ് പോകുന്നത്. അപ്പം അവനും എൻ്റെ സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പം സീറ്റ് അവൈലബിൾ എന്തോ ഭാഗ്യത്തിന് എൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ്. എൻ്റെത് F21 അവൻ്റെത് E21 ആണ്. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു, ചേട്ടാ അടുത്തുള്ള സീറ്റ് കിട്ടുമോ, ചേട്ടൻ്റെ സീറ്റ് നമ്പർ എത്രയാ? ഞാൻ പറയാൻ എനിക്കറിഞ്ഞൂടാ, നോക്കാം അവിടെ കയറിയിട്ട് തോന്നും. അത് അവന് ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിരിക്കാം. നോക്കാം. ചെറിയ വർക്കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. ഞാനിപ്പോഴ് ഓഫീസിൽ നിന്ന് ഇറങ്ങി. എന്നെ ഇവിടെ നിന്നൊരു ചേട്ടൻ എന്താ പറയുക, നമ്മുടെ ബത്തുവത്തിലോട്ടാക്കി തരും. അപ്പം അവിടുന്ന് ബസ് കയറിയാൽ മാത്രം മതി. മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ച, പക്ഷെ ആക്കി തരാമെന്ന് പറഞ്ഞു. അതിനകത്ത് ആളുണ്ട്, ഇറങ്ങണം. അപ്പം ബസ്സിൽ കയറി. ഇനി ഇവിടുന്ന് എയർപോർട്ടിലോട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറുണ്ട്. അബുദാബി എയർപോർട്ടിലോട്ട്. ഇബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷൻ, അവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ബസ് കയറിയത്. ഞാൻ മാത്രമല്ല, അനിയനുണ്ട്. ഇങ്ങനെ എയർപോർട്ട് ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോകണം. ഇവിടെ ലിഫ്റ്റ് ഉണ്ടാവും മേളിലോട്ട്.
3, 13, 10. നമ്മൾ സീറ്റ് ആദ്യമേ സെലക്ട് ചെയ്യാതെ എടുക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, റാൻഡം സീറ്റ്. അതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പം സീറ്റ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഫ്രീ സീറ്റാണ്. ഇത്ര തൊട്ട് ഇത്ര വരെ ഫ്രീ ആണ്. ചില പോർഷൻസിന് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. ഇത് ബാക്കിലാണ് എൻ്റെത്. ആ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏറ്റവും ബാക്കിൽ 2 അങ്ങനെയൊക്കെ എന്തോ ആയിരുന്നു. Thank you so much. എൻ്റെ ചെക്ക് ഇൻ കഴിഞ്ഞു. ഇനി എന്താ പറയുക, എമിഗ്രേഷൻ ഉണ്ട്. എമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോവാം. ഹാൻഡ് ലഗേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നടക്കണം, അതാണ് കോമഡി. ഇത്രയും ക്യൂ എന്ന് വെച്ചാൽ ക്യൂ ഇല്ല, പക്ഷെ ഈ ലൈനിങ് ഉണ്ടല്ലോ, ഇതനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇനി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാം, കാരണം ക്യാമറ എല്ലാം അതിനകത്തോട്ട് ഇടേണ്ടി വരും. Yeah. That side. Air Arabia. Savage. Your നടക്കുന്നു. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലോട്ട് പോവുക. ആക്ച്വലി ഇത് ഇനി അങ്ങോട്ട് ഒള്ളി 18+ ആണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെ പിടിച്ച് മാറ്റിയാരെ കുഞ്ഞു പിള്ളേർ. കാരണം മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്നാണല്ലോ. കഴിക്കുന്നവരെ അവരവരുടെ റിസ്കിൽ കുടിക്കുക. വാഷ്റൂം താണ്ടടാ ഉണ്ട്. അത് ഫോട്ടോഗ്രാഫി അലൗഡ് ആണല്ലോ അല്ലേ? എവിടെ? ഷാർജയിലുണ്ടോ? കിട്ടിയോ? വെച്ചേക്കുന്ന കണ്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട്. വെരി നൈസ്. എവിടെ കിട്ടും? പക്ഷെ തേപ്പ് സാധനം അതിനകത്തൊന്നും ഇല്ല, ഞങ്ങുന്നില്ല. എന്നെ പിടിച്ചാലേ പോകത്തുള്ളൂ. വെട്ടം കണക്കും. നാട്ടിൽ വരുന്നുണ്ടോ? ആരാ? ആ എയർപോർട്ടാണ് പോലും. എയർപോർട്ട് ഹിന്ദുവിടെ ഇത്. ഈ അങ്ങ് ഉണ്ട് വെച്ചേക്കുന്നു. CMB ഒക്കെ ഇവിടെ അങ്ങ് വരെ നടക്കണമല്ലേ? എന്ത് പാടാന്നറിയാമോ? ട്രോളി എടുക്കായിരുന്നു. അതാ പറഞ്ഞ ബാക്കിയൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങ് കൊണ്ടുവച്ചു.
സുവനിയേഴ്സ് ദ സൂക്ക്. എന്താണ് ഉദ്ദേശിച്ചത് കവി? ട്രോഫിയാണോ? വേറൊന്നും വരാനില്ലല്ലോ ഇതിനകത്ത്. ഈ ഏതാണ്? E2 അല്ലേ? E2. E1 ഉണ്ട്, 2 ഉണ്ട്, E5 ആണ്. E5 അത് വന്നു. അയ്യോ, ഈ അങ്ങോട്ടൊന്നും F ഇങ്ങോട്ടൊന്നല്ലേ ഇവിടെ എഴുതി വെച്ചിട്ട്. രണ്ടും ഒരിടത്തോട്ടൊന്നും കാണിച്ചാൽ പോരായിരുന്നു. അത് ചെയ്തില്ല. അതെനിക്കറിയത്തില്ല. ഇവിടെ കാണാനൊന്നുമില്ല. 11, 12 ഒരു അരമണിക്കൂർ നിന്നിട്ട് ഓടിയിങ്ങി വരാം. പറ്റുന്ന അത്രയും നോക്കാം. ഞാനേ ബാഗും സാധനങ്ങളും ഒക്കെ സാജോനെ ഏൽപ്പിച്ച് പയ്യ അതും പൊക്കിപ്പിടിച്ച് നടക്കാൻ. 10 കിലോ കറക്റ്റ് ഉണ്ട് എൻ്റെ ബാഗ്. അതുകൊണ്ട് 10 കിലോയും തോളത്ത് തൂക്കിയിട്ട് ഫുള്ള് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. കൊള്ളാം കേട്ടോ, ഭയങ്കര സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ അതിന് മാത്രം സ്ഥലമുണ്ട്. അപ്പം നല്ല ബ്രീത്തിങ് സ്പേസും ഉണ്ട്. ബൾഗാരി, ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഫുഡായിരിക്കാം. ഈസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടത് മൊത്തം അതിരിക്കുന്ന ബിയറാണ്. അതുമുണ്ട്, ബിയറും ഉണ്ട്. വൈനോട്ട്. ഇന്ത്യയിൽ ബിയറില്ല എന്നാരാണ്? അല്ല, അല്ലടോ, അവനിപ്പോൾ കുറേ ഇങ്ങനെ നടന്നല്ലോ. തിരിച്ചു പോകാനുള്ള വഴി നോക്കണം. വഴി മറക്കുമോ? ഭയങ്കര രസമാട്ടോ എയർപോർട്ട്. നമുക്കൊരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓടിച്ചു കിടക്കാം. കാരണം നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കേടാണ്, കാല് കിഴക്കുന്നു. എന്തോ ചെയ്യാന്, പക്ഷെ നടക്കാം. അത് വേറൊരു സ്ഥലം. മറ്റേത് ഫുള്ള് ഭയങ്കര ലാവിഷായിട്ടാണ്. ഇതൊരു കൺജസ്റ്റഡ് ഭാഗം. ഇതുവഴി പോയാൽ ഞാൻ അവിടെ എത്തൂല്ലെങ്കിൽ തേഞ്ഞ് വെറുതെ നടക്കണം. ഞാൻ അതുവരെ നോക്കാം. ഞാൻ ഇത്രയും നടന്നായിരുന്നു. ഞാൻ ശരിക്കും ഇത്രയും നടന്നില്ലല്ലോ. തിരിച്ചു പോയാലോ? വേണ്ട, പോകുന്നിടത്തോളം പോട്ടെ. എവിടെ എത്തുന്നറിയാം. ചെക്കാണല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. എല്ലായിടവും കറങ്ങിച്ചെന്ന് ഒരിടത്തെത്തണം. സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് സ്മോക്കിംഗ് റൂം ഉണ്ടോ? ഇപ്പോൾ ഫുൾ അവർക്ക് തന്നെ കിട്ടും. 40%, 60%. അല്ല, വലിക്കുന്നവർക്ക് 40, 60, കൂടെ നിൽക്കുന്നവർക്ക് വേണമെന്നാണല്ലോ. ഫുൾ 500, 600, 700% ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും കിട്ടും. പല പല ബ്രാൻഡ്. അയ്യോ, എവിടെ നടക്കും ഇതൊക്കെ? പ്രയർ റൂമും എത്തിഹാദ് ഗസ്റ്റ് സർവീസ് സെന്റർ ആൻഡ് സ്പാ വരെയുണ്ട്. എത്തിഹാദിൻ്റെ സ്പാ തടവി ഇറക്കാം. എല്ലാവരും ഇതുപോലെ തന്നെ
വായി നോക്കി നടക്കുക. ഞാനൊന്ന് വീട്ടിലോട്ട് വിളിക്കട്ടെ. ചെക്കിനൊക്കെ ചെയ്തിട്ട് പറഞ്ഞില്ല. ബോലട്ടെ. പിന്നെ ഇവിടെ വൈഫൈ ഫ്രീ ആണ് എയർപോർട്ടിൽ, അൺലിമിറ്റഡ്. ഫുഡാണെന്ന് തോന്നുന്നു. ഫുൾ ചോക്ലേറ്റ്സ് ആണ് അകത്തിരിക്കുന്നതെല്ലാം. പക്ഷെ ഇതിനകത്ത് കയറിയാൽ ചിലവരൊന്നും നമുക്ക് എടുക്കാൻ സമ്മതിക്കത്തില്ല. അതാ പ്രശ്നം. ഇതൊക്കെ കോംപ്ലിമെൻ്ററിയാണ്, ഡേറ്റ്സും സാധനങ്ങളൊക്കെ. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, തരില്ല. ഫുഡ് പാർക്ക്, ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് ആ റെസ്റ്റോറൻറ്റ്സിലൂടെ ഒന്ന് കറങ്ങി വരാം. നല്ല വിലയായിരിക്കാൻ ചാൻസ് ഉണ്ട് എല്ലായിടത്തും. 48, 50. ബർഗർ കിങ്ങിൽ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓൺലി നമുക്ക് ഓപ്ഷൻ വരുന്നത് ബർഗർ കിങ് ആണ്. ബർഗർ കിങ്ങിനകത്ത് നമുക്ക് നോക്കട്ടെ, നോർമൽ 2 ബർഗറിനൊക്കെ എത്രയാവുമെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം എല്ലാവരും അഫോർഡബിളി കഴിക്കുന്ന ഒരേ സാധനം അതേ ഉള്ളൂ. ബർഗർ കിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഓഫർ ലാർജ് മീൽ 28. ഫ്രൈസ് ആണ്. സാൻഡ്വിച്ച് ബാക്ക് അടിക്കാൻ പറ്റുമോ? നത്തിങ്. Extra beef patty. Any exclusion? Burger. Chicken burger. Crispy chicken. Onion rings, dirhams. Coke വേണോ ഫാൻഡ വേണോ? Zero Sprite. Without ice. Next. You cut. ഇതൊരെണ്ണം എടുക്കാമല്ലേ? എടുക്കാം. കാർഡൊന്നും തരത്തില്ല, നമുക്ക് വേണമെങ്കിൽ ഫോൺ അടിക്കാം. ഓക്കെ, കൈയോടെ പോകുന്നത് ശരിയല്ലല്ലോ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടായോ? നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, റെഡിയായി. അവനോടത് മേളിലോട്ട് കൊണ്ടുവരാനായിട്ട് പറയണം.
അതായിരിക്കും ബെറ്റർ. വേറെടുത്തിരിക്കുക ചേട്ടന്മാരും ചേച്ചിമാരും കൊതിപ്പിക്കാനായിട്ട്. അത് ചെറുതാഴ് പിടിക്കാം. മേളിലോട്ട് വരുമോ? ഇവിടെ നേരെ നോക്ക്, നേരെ മേളിൽ കഴിക്കാൻ എടുത്തോണ്ട് വരാൻ പറ്റുമോ? പറ്റുമോന്ന് നോക്കിയില്ലെങ്കിൽ ഞാനിപ്പോൾ താഴോട്ട് വരാം. പറ്റുമോന്ന് നോക്കിയില്ലെങ്കിൽ ഞാൻ താഴെ വരാം. കാരണം താഴെ ഇരുന്ന് കഴിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് കഴിക്കാനേ പറ്റുള്ളൂ. ആ ഓക്കെ, നോക്കട്ടെ പറ്റുമോ ഇല്ലയോ. അത് ഇതും അതും മറ്റതും പിന്നല്ല, അവനെ കൊണ്ട് പറ്റാത്ത കാര്യമുണ്ടോ? കേറി വാ. 12 മണിക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11:45. അതൊക്കെ പെട്ടെന്ന് കഴിച്ചു തരും അല്ലേ? ഓഫ്കോഴ്സ് സ്റ്റാർട്ട് ചെയ്യത്തല്ലേ ഉള്ളൂ. നമ്മൾ കയറാതെ ഫ്ലൈറ്റ് എടുത്തോണ്ട് പോടി, പറയാൻ പറ്റില്ല. ഇത് ഊപ്പർ, അത് ക്രിസ്പി ചിക്കൻ. കുഴപ്പമില്ല. ഇത്രയും വലുതായിരിക്കും ഞാൻ വിചാരിച്ചില്ല. സെവനപ്പ് ഫ്രൈറ്റ് ഫുഡൊക്കെ തട്ടി ഇനി താഴോട്ട് പോകണം. നേരത്തെ ആദ്യം കയറി വന്നില്ലേ ഗേറ്റ്, നമ്മുടെ E5 പോവാം. 12 മണിയായി. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അവിടെ വെച്ച് കാണാം. കുഞ്ഞു വണ്ടി. ഫ്ലൈറ്റിൽ പോകാനുള്ള ബസ്സിൽ കയറി നമ്മൾ ഫ്ലൈറ്റിലോട്ട് ബസ്സിൽ. നമ്മുടെ ഫ്ലൈറ്റ് എവിടെ കിടക്കുന്നതെന്ന് ഡ്രൈവറിന് അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. കുറേ നേരമായി നമ്മൾ കയറി കറങ്ങുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 5-6 മിനിറ്റായി. അതുവഴി പോകുന്നു, ഇതുവഴി പോകുന്നു, അങ്ങോട്ട് പോകുന്നു. മിക്കവാറും ഇനിയിപ്പം ലൊക്കേഷനൊക്കെ അയച്ച് ഫ്ലൈറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഒരെണ്ണം പറഞ്ഞത് കിട്ടി. നമ്മൾ പ്ലെയിനിന് ചുറ്റിനും ഒന്ന് കറങ്ങി പ്ലെയിനെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടേ നമ്മൾ അകത്ത് കയറുള്ളൂ. ഞാൻ നോക്കുക, വെട്ടിയൊന്നും കണ്ടില്ല. ലഗേജ് വിട്ടെന്ന് തോന്നുന്നു. പ്ലെയിൻ ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിന് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് നിങ്ങൾ പോകുന്ന ഭാഗത്ത്. ബാക്ക് ഓക്കെ. നല്ല തീരുമാനം. പോട്ടെ, എല്ലാം പോട്ടെ. ബസ്സിലെല്ലാവരും കയറി കഴിഞ്ഞിട്ട് നമ്മൾ കയറിയാണ്. പതുക്കെ കയറിയത്. എന്തിനാണ് വെയിലത്രയും കഷ്ടപ്പെടുന്നത്?
എമർജൻസി എക്സിസ്റ്റ് ആയിരുന്നു. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാം. ബാത്റൂമിൽ പോകാൻ പാടില്ല എന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. അവിടെ ബാത്റൂം അടുത്തെന്താ മെനു? എനിക്ക് രണ്ടിൻ്റെ സാധനം മതി എന്ന് പറയണം. سيداتي وسادتي اهلا بكم على مطار العربي للطيران. سنبدأ بدخل البسام cinematic demonstration shortly. Please remain seated to receive our curtain and kindly direct your attention to our crew as they വണ്ടി അനങ്ങിയടോ. എന്നാ പറ എന്താ ചെയ്യാൻ? Ladies and gentlemen, for your comfort and safety, please watch the video as they demonstrate safety features. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ചേട്ടനെന്നാണോ Jacket can also be inflated by blowing into the red tubes. Do not inflate your life jacket until instructed. أعزائنا المسافرين، نرحب بكم على متن العربية للطيران، وخير ما نبدأ به رحلتنا هذه دعاء السفر. We will start our journey with travel phase. ബഹളത്തോട് ബഹളം. അതൊക്കെ കിടന്ന് കൊല്ലുന്നത് ഊരി പോകാതിരുന്നാൽ മതിയായിരുന്നു. ഒരു ഫ്ലൈറ്റ് أوقاتكم بكل خير. اسمي نادي بن مشرف الطاقم وينتقل من عشوائية القبيل وإياب وسكن خدمتكم طوال مدة الرحلة. على نبال نسمع في الجو أولا نشارككم بعض التفاصيل المهمة حول رحلة اليوم. لضمان سلامتكم ننصحكم بإبقاء أحزمة المقاعد مربوطة أثناء الجلوس تحسما لحدوث أي مطبات هوائية غير متوقعة. ونذكركم بأن التدخين بما في ذلك التغليق المياه والبيت ممنوع منعا باتا على متن الطائرة بما في ذلك دورات المياه المزودة بأجزاء دار كأشكال الدخان. سيبدأ طاقم الطائرة بداخله بتخدم خدمة الضيافة بدلا بالوجبات التي تم طلبها مسبقا ثم يريها المشترية على متن الطائرة. للتعرف على قائمة الأطعمة والمشروبات الشهيرة المتوفرة وأسعارها يرجى مرة قائمة الطعام سكاي كافيه الموجودة في جيب المقعد الذي أمامكم. كما يمكنكم دفع ثمن الوجبات عبر بطاقتكم الائتمانية أو نقدا. ويمكنكم الاستمتاع بخدمة الترفيه المجانية سكاي تايم المتوفرة على متن هذه الطائرة عبر دخول شبكة سكاي تايم على جهازكم المحمول مع تفعيل مديرية الطيران.
وترحيب خاص بأعضاء برنامج المعزولة إيروانز. يمكنكم الانضمام على تطبيق سكايتايم لاستمتاع بمزايا خاصة ومكافآت كثيرة على جميع رحلاتكم. شكرا لحسن استماعكم ونتمنى لكم رحلة ممتعة. Ladies and gentlemen, welcome aboard once again. I'm Mahdi, your cabin supervisor, and along with Aishwarya, Sabil and Iyad, we're here to ensure you have a comfortable and enjoyable flight. Now that we're in the air, I would like to share a few important details about today's flight. For your safety, we recommend that you keep your seatbelt fastened while seated in case of any unexpected turbulence. As a reminder, smoking, including e-cigarettes and vapes, is prohibited on board and have toilet to equipment smoke detectors. We will be starting our onboard service shortly, beginning with pre-ordered meals followed by onboard purchases. You can find the Sky Cafe menu in your seat pockets. Payment can be made by credit card or cash. For your entertainment, enjoy our complimentary SkyTime in-flight service by connecting to the SkyTime network on the device while in airplane mode. A warm welcome to our Airways Resolution Program members. If you're not already a member, join me through the SkyTime portal to enjoy great benefits and savings. Thank you and enjoy your flight. തടയുന്നില്ല. വിളിക്കേണ്ടി വരും. ആപ്ലിക്കേഷൻ സ്കൈ ടൈം ആപ്ലിക്കേഷനല്ല, ബ്രൗസറാണ്. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കാൻ നോക്കി മൂവീസൊക്കെ ഉണ്ട്. മൂവീസ് സ്ക്രോൾ ചെയ്യാം, ഇഷ്ടമുള്ളത് എടുത്ത് കാണാം.
ചെറിയ കൂടി സന്തോഷം കൊണ്ടിരിക്കാം. ഇതൊക്കെ എവിടെ ഏതൊക്കെയോ പള്ളി ഞാൻ കാണുന്നു. സിറ്റിയല്ലേ ഇത്? ഇത് സിൻസി എടുത്ത വീഡിയോ. സിൻസിയും കുക്കിയും പപ്പായും മമ്മിയും ജോയലും പിന്നെ ഡ്രൈവറങ്ങളും കൂടെ എന്നെ വിളിക്കാൻ വേണ്ടി വരുക. പിന്നെ അവർ തിരിച്ചു പോകത്തില്ല. സിൻസിയും കുക്കി ഇവിടെ ഉണ്ടാവും, ബാക്കി എല്ലാവരും പോവും ഇന്ന് തന്നെ. കുക്കീസ് എക്സൈറ്റഡ്. അവിടെ പാട്ട് കേട്ട് കൈയടിച്ചിരിക്കുക. വണ്ടിയിലിട്ടേക്കുന്ന പാട്ട് കേട്ട് കൈയടിച്ച് ഹാപ്പി ആയിട്ട് വരുക. എന്തുവാന്നൊന്നും കുക്കിക്ക് അറിയത്തില്ല, എവിടാ പോകുന്നതെന്നൊന്നും, ആരാ വരുന്നത്. കുക്കി അങ്ങനെ അങ്ങ് പോവുക. അങ്ങനെ അവർ എന്നെ വിളിക്കാൻ വേണ്ടി വരുവാണ് ഗൈസ്. ഞാൻ ആ സമയത്ത് എയറിലാണ്. അങ്ങനെ അവർ എയർപോർട്ടിൻ്റെ എൻട്രൻസ് കയറി. എയർപോർട്ട് കോമ്പൗണ്ടിൽ നിന്ന് ഇപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവർ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഏറെക്കുറെ ആ സമയത്ത് ലാൻഡ് ആവുകയാണ്. ലാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഓൺ ടൈം ആയിരുന്നു. എക്സ്പ്രസ് സീറ്റ് കിടന്നനങ്ങും. നമ്മൾ നിറയെ കൂടെ ഒരയുന്ന പോലെ. ഓ പറഞ്ഞു തീർന്നില്ല. തോക്കും ഫ്ലൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളെല്ലാം ഒരേ ഇതായിരിക്കും. ഫ്ലൈറ്റിനൊക്കെ ഓരോന്നിനും ഓരോരോ നമ്പർ ഉണ്ടാവും. لقد هبطنا بسلامة الله تعالى. نرجو من حضراتكم البقاء جالسين في مقام. എയർപോർട്ടിനകത്തോട്ട് കയറുന്ന സീനാണ് ഇത് കാണുന്നത്. ഇന്റർനാഷണൽ ടെർമിനൽ. അങ്ങനെ അബുദാബി ഫ്ലൈറ്റ് എത്തി കറക്റ്റ്. ഡാഡാടെ ഫ്ലൈറ്റ് എത്തി. കുക്കി എത്തി. ഡാഡ ഇപ്പോൾ വരും. എപ്പോഴാ? ഇപ്പോൾ. അത് പൂച്ചയല്ലേ, ഡോഗ്. ഡോഗിനെ കണ്ടോ? ഡോഗ് എങ്ങനെ കുരയ്ക്കുന്നു? ഡാഡ ആ ഡോഗിൻ്റെ അടുത്തൂടെ ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. ഇമിഗ്രേഷൻ അങ്ങോട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് വെറുതെ ചൂടി. അതുകൊണ്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ബാഗേജ് കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എടുക്കാം.
ലഗേജൊക്കെ കിട്ടി. നമ്മളത് എക്സിറ്റ് ആവാൻ പോകുന്നു. എല്ലാം ഉണ്ടോ അവിടെ? ആയുർവേദ വെൽനസ് ഇതിനകത്ത് പിടിക്കണം. അതിങ്ങനെ ഞാൻ പിടിക്കാം. ഒരു റിസ്ക് എടുക്കണ്ട. തിരുവനന്തപുരം എയർപോർട്ടിന് പുറത്തേക്ക് ഞങ്ങളിതായി ഇറങ്ങുന്നു. കുക്കീനെ കാണാൻ ഞാൻ പോകുന്നു. കുക്കിയുടെ റിയാക്ഷൻ എൻ്റെ അമ്മയെ പൊളിഞ്ഞു. ഞാൻ തിരിച്ചു പോവാ. ഇതിലും കുക്കി ആരാ? ആരാ കുക്കി? ഇതാരാ? ഡാഡാതിന്റെ ഫോണിന്ന് വിളിക്കണം. ഫോണെ വിളിച്ചാല് വരൂല. ഒരു കിസ് ഉണ്ടോ ഡാഡേക്ക്? ഇടുമ്പാരാവോ? ഒന്ന് എടുക്കാൻ നോക്കിയേ. അങ്ങോട്ട് നിൽക്കാം. ഡാഡാടെ അടുത്ത് വരുമോ? ഡാഡ എടുക്കട്ടെ? വേണ്ട. അങ്ങനെ തന്നെ വേണം. ഞങ്ങള് ദുബായിലോട്ട് പോയല്ലോ. ജിൻസി വിളിച്ചെന്റെ ഫോണില്. ആ അവൻ ഇങ്ങോട്ട്. ഹലോ ഹലോ ഹലോ. 1 ആണോ 2 ആണോ? നല്ല എടുക്കട്ടെ? ഇല്ല. നമുക്ക് പോണ്ടേ? നീ എട്. അല്ലല്ല അങ്ങോട്ട്. എടാ ഇവിടെ ഉണ്ടടാ. എട്. ലഗേജ് എന്തായാലും വെക്കണം. ലഗേജ് നീ മമ്മാടെ അടുത്തിരുന്ന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഡാഡാടെ അടുത്ത് വരത്തില്ലേ? ഇതൊന്നും തരത്തില്ല. നോക്കാം. എടാ ഇതാ കണ്ട് നിന്നെ ഞാൻ കണ്ട്. ഒരേ തുണി കുറച്ചങ്ങ് വാങ്ങിച്ചല്ലേ? തൊപ്പി വേണ്ടായോ? തൊപ്പി വെച്ചേ. അന്നേരം പിന്നെ നമ്മള് ക്രോസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞ ക്രോസ് ചെയ്തില്ലേലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് കയറിക്കൊണ്ട് പോവാന്നാ ഞാൻ പറഞ്ഞു. പിന്നെന്താ തിരിയണ്ട, നമുക്ക് ഈ വഴിയാ പോകണ്ടേ. അത് കുഴപ്പമില്ല. കുക്കി വെക്കാൻ ഉദ്ദേശിച്ചതാണോ? ഡാഡാ വെച്ച് തരട്ടെ? കുക്കിയുടെ പേരെന്താ? റോഡിന്റെ അടുത്ത്. ഇതാണോ 23? അതെ. കുക്കി വണ്ടി വന്നു. താങ്ക് യു എന്ന് പറഞ്ഞേ. അങ്കിള് രാഹുൽ അങ്കിള് രാഹുൽ പൊട്ടിക്കണമെങ്കിൽ പറ. രാഹുൽ
രാഹുൽ അങ്കിളിന് ഒരു താങ്ക് യു പറഞ്ഞേ. ഗുഡ് ഓക്കെ, ഇനി ആ സാധനം കാണിക്കും. കാണാമോ അതിനകത്ത്? അതേപോലെ അതിനകത്ത് എന്താ വരുന്നത്? എന്റെ ചെറിയ കണ്ണുകൾ എനിക്ക് കാണും. നിനക്ക് ഫോണിൽ ഇപ്പം ലൈവ് ഇട്ടിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു. നല്ല രസമുണ്ട് അല്ലേ? അടിപൊളി. അവൻ ഇതൊന്നുമല്ല, വലിയ റോബോട്ടൊക്കെ എടുത്തത്. ഞാൻ പറഞ്ഞ എടുത്തരാം അത് കഴിക്കാവോ കുക്കി? തിരിച്ചു വെച്ചിട്ട് മിമ്മിയല്ലേ ഇതിനകത്തിടാം. ആ, എങ്ങനാ കുക്കി മിമ്മി എടുക്കുന്നത്? എങ്ങനാ? കണ്ട സാധനം കിട്ടിയപ്പോ വാടങ്ങ് പോയി. മമ്മാനെ പോലല്ല ഡാഡാ അച്ചി. കുക്കി കുക്കി ഒരു എല്ലാ മീനെടുത്ത് ഡാഡാക്കി കൊടുക്കുക. മിമ്മി ആ, ഒരു തരാമോ? എല്ലാ മീനെടുത്ത് ഇതായല്ലോ, എനിക്ക് ഇത് മതി. അല്ലെങ്കിൽ ഏതായാലും എടുത്തോ. ആ, ഓ, ഒരു മീനെടുത്ത് കഴിച്ചിട്ട് അത് വേണമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. ഇത് വേണോ? ആ, അത് കഴിച്ച വേണമെങ്കിൽ തരാം. കൊടുക്കും കൊടുക്കും. റെഡിമേഡ് ആണ്. നമുക്ക് കൂടുതലാണ് കാര്യം. തരാം. പറഞ്ഞു രാവിലെ നിന്റെ സാധനത്തിനാട്ടോ ഭയങ്കര ഡിമാൻഡ്. പക്ഷെ എന്നാലും അവള് കഴിക്കുന്നില്ല. ഇത് കൊടുത്ത കാര്യം ഇതിന്റെ എക്സ്പ്രഷൻ ഇവിടെ വന്നു. റെഡിമേഡ് കുക്കിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഓ അതൊന്നും കറക്കണം. മാമു ആ മാമു ലേഡിമേഡിന്റെ അടുത്തോട്ട് വരണം. കുക്കി അടുത്തോട്ട് നീ എന്നെ പഠിപ്പിച്ചത്. എന്ത് വളർന്നു വന്നാലും അപ്പ അടിച്ചു. മനുഷ്യരല്ലാത്ത എന്ത് വന്നാലും അപ്പ അടിച്ചോളൂ. ഓക്കെ, അത് കേടായില്ല. അപ്പൊ എന്നിട്ട് നമുക്ക് റിപ്പയർ അറിയാം. ഇതിന്റെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. കുറ്റി പോയിരിക്കുന്നു. ആ, തലയും പോയിരിക്കുന്നു, ചിറകും പോയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ടേബിൾ. എന്റെ പേര് ഓ, രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടേ കൊടുക്കും. ഓക്കെ, അങ്ങോട്ട് കാണിക്കും. അടുത്തോട്ട് കാണിക്കാൻ. ഓ, അടുത്തോട്ടാണ്. എന്താ എഴുതുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ, കുറച്ച് കഴിയുമ്പോ രൂപം മാറും. ആ, ഇത് നമ്മള് രൂപമൊക്കെ മാറ്റി. ഓക്കെ, ചിറക് മറന്നു കൊണ്ടാണ്. ഓക്കെ, ഹണിബീനെ വേണോ? ലേഡി ബേർഡിന് ഓപ്പറേഷൻ ചെയ്യും. തീരുമാനായി കുട്ടിയുടെ. വെരി ഗുഡ്. അതാണ് പൈസ ഇങ്ങനെ പൊട്ടിക്കും അല്ലേ? വെരി ഗുഡ്. പൊട്ടിക്കാതെ സാധനം കൊണ്ടുവരണം. ഓ മോളെ, ഇതാ കഴിഞ്ഞ്. ഇനി ലേഡി ബേർഡ് നിര്യാതനായി. നമുക്ക് സഞ്ചയനത്തിന് പോവാം. ഞാൻ പറയട്ടെ, അവളെ എടുത്ത്